എല്ലാ രീതിയിലും ഉള്ള ട്രാപ്പാണ്. അതിനകത്തിൽ പോലീസുകാരുണ്ട്, MED ഉണ്ട്. ഞാൻ കൊടുക്കുന്നത് ടാക്സി വണ്ടിയാണ്. പക്ഷേ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന വണ്ടി പ്രൈവറ്റ് വണ്ടിയായിട്ടാണ്. അത് എങ്ങനെ സംഭവിച്ചു? പക്ഷെ സ്റ്റേഷനിൽ ചെന്ന് തിരക്കിയപ്പോൾ അവർ പറയുന്നത് ആ വണ്ടി അന്ന് തന്നെ അവിടുന്ന് റിലീസായി. ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയാണ്? അപ്പൊ അവർ പറയുന്ന വണ്ടിയിൽ തല കറങ്ങി വീഴാൻ പോയപ്പോൾ ഓട്ടോക്കാർ വിളിച്ച് ഇവള് ബാക്കിലോട്ട് ഇതാവുന്നത് കണ്ടിട്ട് അങ്ങ് വീട് വെക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വണ്ടി ഫീൽഡിൽ ഒത്തിരിയും വർഷം വണ്ടി ഓടിച്ച് നടന്ന് ഞാൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. അപ്പം എനിക്ക് നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ഒരു താൽക്കാലിക ഡ്രൈവറുടെ വേക്കൻസി കിട്ടി. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ഈ ഓട്ടോ വിൽക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പം ഞാനത് പരസ്യം ചെയ്യുകയും അങ്ങനെ ഒരാൾ വന്ന് നമ്മുടെ പ്രക്കാനത്തുള്ള ആളാണ്, ബിനോജ് എന്നാണ് ആളിൻ്റെ പേര്. ആള് വരികയും വാഹനം ഇഷ്ടപ്പെടുകയും അങ്ങനെ ആളിന് കച്ചവടം ചെയ്തു. അന്ന് എഗ്രിമെന്റ് പേപ്പർ എഴുതി അങ്ങനെയുള്ള കച്ചവടമായിരുന്നു. എഗ്രിമെന്റ് എഴുതി ആള് വണ്ടി വാങ്ങുകയും ടാക്സി വണ്ടിയായിട്ടാണ് വാങ്ങുന്നത്. ടാക്സി വണ്ടിയായി വാങ്ങി അതിന് ശേഷം ഞാൻ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ആളിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വണ്ടി പേരിലോട്ട് മാറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ മാറ്റി എന്നാണ് ആള് പറഞ്ഞത്. 2-3 വർഷം മുന്നിലാണ് എനിക്ക് ഇൻഷുറൻസിന്റെ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ വന്നു. അപ്പോൾ പേപ്പർ വന്നത് വണ്ടി എവിടെയോ ആക്സിഡന്റ് ആയി, അപ്പോൾ അതിന്റെ ക്ലൈമിന് വേണ്ടിയുള്ള പേപ്പർ എന്ന് പറഞ്ഞാണ് എനിക്ക് രജിസ്റ്റേർഡ് പേപ്പർ വരുന്നത്. അത് വാങ്ങി വായിച്ചു നോക്കുകയും ആ പേപ്പർ എന്താണെന്ന് നോക്കി. അപ്പോൾ ഞാൻ അതിൽ കണ്ട നമ്പറിൽ തിരിച്ചു വിളിക്കുകയും അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ അവർ പറഞ്ഞു, ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പേപ്പറാണ്, ഒരു ചെറിയ ഇത് വണ്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അപ്പോൾ അതിനുള്ള ക്ലൈമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ്. അപ്പോഴും ഈ വണ്ടി എൻ്റെ പേരിലാണെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അതൊട്ട് അന്വേഷിച്ചില്ല, ഇങ്ങനെ സംസാരിച്ച് തീർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു 7 മാസം 8 മാസം മുന്നിൽ കോടതിയിൽ നിന്ന് എനിക്കൊരു പേപ്പർ, നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഹാജരായില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ നിയമ നടപടി ഉണ്ടാവും, വണ്ടി ആക്സിഡന്റ് ആയതും മറ്റു കാര്യങ്ങളും എല്ലാം അന്നേരമാണ് 1-ാം കക്ഷി ഞാനാണെന്നും 2-ാം കക്ഷി ബെനീസ് തങ്കൻ എന്ന് പറയുന്ന ഒരാളാണെന്നും ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ അതുവരെ അറിഞ്ഞിട്ടില്ല ഈ വണ്ടി എൻ്റെ പേരിലാണെന്ന്. നിലവിലെ സാഹചര്യം വെച്ച് ഞാൻ ഉടനെ തന്നെ ഒരു വക്കീലിനെ പോയി കാണുകയും വക്കീലിനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. കാരണം ഇൻഷുറൻസ് കമ്പനിക്കാർ ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് ആക്സിഡന്റ് പറ്റിയ ആളുകൾക്ക് കൊടുത്തു. അപ്പോൾ അവരാണ് ഈ കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, അതോടൊപ്പം തന്നെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല, ഓടിച്ച ആളിന് ലൈസൻസ് ഇല്ല. ഇങ്ങനെ വെച്ചിട്ടാണ് അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ വക്കീല് ഉടനെ തന്നെ പറയുകയും ചെയ്തു, ഇത് നമുക്ക് മുന്നോട്ട് പോയാൽ തന്നെ ഇത് പ്രശ്നമാവും. അപ്പം ഞാൻ വക്കീലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ വാഹനം ഇന്ന വർഷം കൊടുത്തതാണെന്നും ഈ വാഹനവുമായിട്ട് എനിക്ക് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും അതോടൊപ്പം തന്നെ ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനാണ് നിലവിലെ അതിൻ്റെ ഓണറെങ്കിൽ എങ്ങനായാലും ആ സ്റ്റേഷനിൽ നിന്ന് എന്നെ അറിയിക്കേണ്ടതാണ്. എന്നെ അറിയിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് വേറെ സ്റ്റേഷനിൽ നിന്നോ മറ്റൊരു പേപ്പറുകളും വന്നിട്ടില്ല. ഒരു തരത്തിലുള്ള പേപ്പറുകളും വരാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഉണ്ടാവുകയായിരുന്നു. അപ്പോഴിപ്പോൾ ആ കേസ് ഒരു 3-4 തവണ ഇപ്പം കോടതിയിൽ ആ കേസ് എടുത്ത് ഇപ്പം കഴിഞ്ഞ 17-ാം തീയതി അതിൻ്റെ വിധിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വക്കീലിനെ വിളിച്ചപ്പോൾ വക്കീൽ പറയുന്നത് വിധിയായിട്ടുണ്ട്, അവർ പറയുന്ന കാശ് നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ വീട് റിക്കവറി ചെയ്യുമെന്നാണ് വക്കീൽ പറയുന്നത്. കാരണം നിലവിൽ ഏകദേശം 7-8 ലക്ഷം രൂപയോളം ഞാൻ കടപ്പെടുത്തി വീട് വെച്ചതിൻ്റെ കടം നിൽക്കുകയാണ്. അപ്പോൾ പ്രമാണം ബാങ്കിലാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു മാർഗവും പറ്റില്ല. തന്നെയല്ല, ഞാൻ ഈ കൊടുത്ത ആളെന്നെ ഭയങ്കരമായിട്ട് ചതിക്കുകയായിരുന്നു. എൻ്റെ ഈ വാഹനം മേടിച്ചിട്ട് ആള് എവിടെ ഒരു ഷോറൂമിൽ കൊണ്ട് ഈ വണ്ടി വിറ്റിട്ട് അമ്മയുടെ പേര് വേറൊരു വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ ആളുമായി സംസാരിച്ചപ്പോൾ പറയുന്നത്. പക്ഷെ അവിടെയും പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ ചെന്ന് ഒപ്പിട്ട് കൊടുത്തു, നിങ്ങൾ ഒപ്പിട്ട് തന്നിട്ടല്ലേ വണ്ടി അവിടെ കച്ചവടം ചെയ്തത്. അങ്ങനെ ഞാനൊരു ഒപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ രേഖകൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ ബിനോജ് എന്ന് പറയുന്ന ആള് പറയുന്നത് അതിന്റെ രേഖകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി വെള്ളപ്പൊക്കം വന്ന സമയത്ത്, അതുകൊണ്ട് ആ രേഖകൾ ഒന്നും ഇല്ല എന്നാണ്. മനഃപൂർവ്വം ഉള്ള ചതി തന്നെയാണ്. കാരണം പുള്ളി എന്നിട്ട് എന്നോട് പുള്ളി പറഞ്ഞു, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാ, ആ ഒരു രീതിയിൽ പുള്ളി സംസാരിച്ചപ്പം എനിക്ക് നിങ്ങളോട് ചതി കാണിക്കേണ്ട കാര്യമില്ല, ഞാൻ ഏത് രീതിയിലാണ്. പുള്ളിക്ക് അത്യാവശ്യം സാമ്പത്തികമുള്ള ആളും അത്യാവശ്യം രാഷ്ട്രീയ ലെവലിൽ പിടിയുള്ള ആളും ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി കൃത്യമായി ചതിക്കുകയായിരുന്നു. അതോടൊപ്പം ഈ വണ്ടി ഞാൻ കൊടുക്കുന്നത് ടാക്സി വണ്ടിയാണ്, പക്ഷേ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന വണ്ടി പ്രൈവറ്റ് വണ്ടിയായിട്ടാണ്. അത് എങ്ങനെ സംഭവിച്ചു? പ്രൈവറ്റ് വണ്ടി ആക്കണമെങ്കിലും എൻ്റെ പേര് കിടക്കുന്ന ഒരു വണ്ടി പ്രൈവറ്റ് ആക്കണമെങ്കിലും വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഭാഗത്തും ഞാൻ ഒപ്പിട്ട് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഒന്നും ചെയ്തിട്ടില്ല. ഇതെങ്ങനെ പ്രൈവറ്റ് വണ്ടിയായി? ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ നിലവിൽ ഈ വണ്ടി വാങ്ങിയ ആളിനെ ഞാൻ കണ്ടുപിടിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്
ഒരുപാട് ഒരു 4-5 ദിവസം രാവിലെ വെളുപ്പിന് ഇവിടുന്ന് 4 മണിക്ക് ബൈക്കിൽ പോകും. ഞാനും എൻ്റെ വൈഫും കൂടെ പോയി ഞങ്ങൾ ഓരോ വാർഡുകൾ, അതായത് ഈ തന്നേക്കുന്ന അഡ്രസ്സ് വെച്ച് ആകെ ഉള്ള തെളിവ് നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ ആളുടെ വെനീസ് തങ്കൻ എന്ന് പറയുന്ന ആളുടെ പേരും അയാൾ ഓടിച്ചപ്പോൾ അയാൾ ഏതാണ്ട് 54 വയസ്സിലേതാണ്ടാണ് ആക്സിഡന്റ് പറ്റുന്നത്. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് നല്ല ഓർമ്മക്കുറവും പ്രായത്തിൻ്റെതായ, എന്നിട്ടും ഞാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ ഞാൻ മേടിച്ച ഓട്ടോയാണ്, ആക്സിഡന്റ് പറ്റി. അതിനുശേഷം പുള്ളിയുടെ വൈഫ് മരിച്ചു. ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു പയ്യൻ ഉണ്ട്. അപ്പോൾ വളരെ മോശം സാഹചര്യമാണ്. എന്നാൽ അത്യാവശ്യം സാമ്പത്തികം ഉള്ള ആളുമാണ്. മകള് റെയിൽവേ ജോലിക്കാരിയാണ്. അപ്പോൾ അങ്ങനെ അവരെല്ലാ രീതിയിലും നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണ്. സാമ്പത്തികമായിട്ട് അന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അവരുമായിട്ടെല്ലാം സംസാരിച്ച് അങ്ങനെ 5-ാമത്തെ ദിവസമാണ് അവരെ കണ്ടുപിടിക്കുന്നത്. എന്നിട്ടാണ് ലൈസൻസ് വൈഫുമായിട്ട് പോവുകയാണ്. അങ്ങനെ വൈഫിന് കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് വൈഫിന് തല കറങ്ങി, ബൈക്കിൽ ഇങ്ങനെ കണ്ടിന്യൂ യാത്ര ചെയ്ത് തല കറങ്ങി വീഴാൻ പോയപ്പോൾ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ തല കറങ്ങി വീഴാൻ പോയപ്പോൾ ഓട്ടോക്കാർ വിളിച്ച് ഇവള് ബൈക്കിലോട്ട് ഇതാവുന്നത് കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് വണ്ടി നിർത്തി അവരെല്ലാം കൂടെ ഓടി വരികയും അതിലൊരാളാണ് ഈ വെനീസ് തങ്കൻ എന്ന ആളുടെ ഡീറ്റെയിൽ തരുന്നത്. അതുവരെ ആരും തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളാണ് പറയുന്നത് ഒരുപാട് ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഡീറ്റെയിൽ തരികയും അവരുടെ വീട് കണ്ടെത്തി വീട്ടിൽ പോയി ഭയങ്കരമായി ഇത് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും കഷ്ടപ്പെട്ടാണ് ഈ വസ്തു മേടിച്ചത്. ഞാൻ പോലും മേടിച്ച വസ്തുവല്ല, അവര് വസ്തു മേടിച്ചു. വീട് വെക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വണ്ടി ഫീൽഡിൽ ഒത്തിരിയും വർഷം വണ്ടി ഓടിച്ച് നടന്ന് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ചെറിയ താൽക്കാലിക ജോലി കിട്ടുകയും ആ ജോലിയിലോട്ട് മാറുകയും ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്, അപ്പൂപ്പന് അമ്മൂമ്മ, ഇത്രയും പേരുണ്ട്. അപ്പം വളരെ ഇത്രയും എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർ പറയുന്നത്, ഈ വെനീസ് തങ്കനെ ഞാൻ കണ്ടപ്പോൾ ആള് പറയുന്നത് ഞാൻ ആ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ടില്ല, ആക്സിഡന്റ് നടന്നപ്പോൾ തന്നെ സ്റ്റേഷൻ ആ വണ്ടി കൊണ്ടുപോയി, പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ സ്റ്റേഷനിൽ ചെന്ന് തിരക്കിയപ്പോൾ അവർ പറയുന്നത് ആ വണ്ടി അന്ന് തന്നെ അവിടെ നിന്ന് റിലീസായി. ഞാൻ ചോദിച്ചു സാറേ എങ്ങനെയാണ്? അപ്പൊ അവര് പറയാനുള്ളത്, കാരണം എൻ്റെ ഈ ഒരു അവസ്ഥ ഇനി മേലിൽ ഒരാൾക്കും സംഭവിക്കരുത്. കാരണം ഇതിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. കാരണം ഈ റിക്കവറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ 4 സെന്റ് സ്ഥലമാണ്. ആ 4 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. അത് വിട്ടിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ട്രാപ്പ് എന്ന് തന്നെ പറയാമല്ലോ, എല്ലാ രീതിയിലും ഉള്ള ട്രാപ്പാണ്. അതിൻ്റെ അകത്തിൽ പോലീസുകാരുണ്ട്, MED ഉണ്ട്, അതോടൊപ്പം ബിനോജാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്തിൽ കളിച്ചിരിക്കുന്നത്. എന്താണേലും ഇപ്പൊ ആ വണ്ടിയും ഇല്ല, സ്റ്റേഷനിലും വണ്ടിയില്ല, ഈ വാങ്ങിയ ആളുടെ കയ്യിലും വണ്ടിയില്ല, ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷെ വണ്ടിയുടെ തിരക്കിയപ്പോൾ ഓടിച്ച സമയത്ത് ആളിന് ലൈസൻസ് ഉണ്ടായിരുന്നു, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. നിലവിൽ ഈ ആക്സിഡന്റ് നടന്നതിന്റെ 7 ദിവസം മുന്നൽ പെർമിറ്റ് വണ്ടിക്കില്ലാതായി. അതാണ് ഇപ്പോൾ ഉള്ള കേസിന്റെ പ്രശ്നം. ഈ വണ്ടി അതിനുശേഷം ഞാൻ എടുത്തതാണ്. അതിനുശേഷം എടുത്ത് എനിക്കൊരു ചെറിയ ജോലി കിട്ടിയപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോടുകൂടി ഞാൻ വിചാരിച്ചു ഈ വണ്ടി കൊടുക്കുന്നില്ല, അത് അവിടെ കിടന്ന് നശിച്ചു പൊക്കോട്ടെ എന്നുള്ള രീതി. ഇതിനിപ്പോഴും ഇതുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പേപ്പറെല്ലാം പക്കയാണ്, പക്ഷെ പേടിയാണ്. അതുകൊണ്ട് അതങ്ങനെ കിടന്ന് അതൊരു സ്മാരകമായി കിടക്കട്ടെ എന്ന് കരുതി. തന്നെയല്ല വീട്ടിലും വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ വണ്ടിയൊക്കെ വാങ്ങിയത് ഓടി നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു സങ്കടം എന്നെപ്പോണക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പലരും അത് പറയാനുള്ള വേദികൾ ഇല്ലാത്തത് കൊണ്ട് പറയാതിരിക്കുന്നതാകാം. അപ്പം ഒരിക്കലും ഇങ്ങനൊരു ചതി പറ്റാൻ കാരണം വളരെ കഷ്ടപ്പെട്ടു. എന്റെ 20-ാമത്തെ വയസ്സ് മുതൽ ഞാൻ വണ്ടി ഫീൽഡിൽ ഇറങ്ങി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീടാണിത്. അതിപ്പോ പോവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു നമുക്കൊരു സങ്കടമില്ല. എന്ന് വെച്ചാൽ വേറെ മാർഗമില്ല ഇനിയിപ്പോ നമുക്ക്.